ഗൈസ്, ഇന്ന് ഞാനും സൂപ്പർ ഭാവിയും എയറിലാണ്. നമ്മളെങ്ങനെ എയറിലെത്തിയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഷിംലയിൽ നിന്ന് ഡൽഹി എത്തിയത് നമ്മൾ ആദ്യം തന്നെ പോയത് മനുവിന്റെ അടുത്തേന്. മനുവിന്റെ അടുത്ത് നിന്ന് ചായം കുടിച്ച് നേരെ റിഡ്ജിക്ക് വിട്ട്. അത് കഴിഞ്ഞപ്പോൾ ഓൻ പറഞ്ഞ് നമുക്ക് നേരെ ജമാ മസ്ജിദിന്റെ അടുത്ത് പോയിട്ട് ത്രിഫ്റ്റിങ്ങിന് ഇറങ്ങാന്ന്. ഈ റൂം കാണുന്ന ഡ്രസ്സിനൊക്കെ 50 റുപ്യാണെന്ന്. ലോറി ആയിട്ട് വന്നതൊക്കെ ആയിട്ടിട്ട് പോവാന്ന്. പിന്നെ നമ്മൾ പോയത് ജമാ മസ്ജിദിന്റെ ഉള്ളിലേക്ക്. ഇനി നേരം വെക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ വേഗം ഒലക്കാരനെ വിളിച്ചിട്ട് വേഗം അവിടുന്ന് വിട്ട്. ഒലക്കാരന് ഒരു 50 റുപ്യ എടുത്തിട്ട് വേഗം എത്തിച്ചേരാൻ പറഞ്ഞു. മൂപ്പര് നേരം വൈകി ഫ്ലൈറ്റ് അങ്ങോട്ട് പോയി. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി ഫ്ലൈറ്റ് മിസ് ചെയ്തിരിക്കുകയാണ്. ക്യാമറ എടുക്കുന്നതിൻ്റെയും ഫ്ലൈറ്റ് മിസ്സായിട്ടുണ്ട്. ബട്ട് നമ്മൾ തളരില്ല. ഇനി കണ്ണീരൊന്നും ഇല്ല. ഫ്ലൈറ്റ് മിസ്സാകുമ്പോൾ കൂടെ ഒരാളുടെ വേറൊരു വൈബാണ്. ഞങ്ങൾ വേഗം പോയി ചായ അടിച്ച് വിഷമം മാറ്റി. അങ്ങനെ ഓർക്ക് വേറെ ഫ്ലൈറ്റ്, എനിക്ക് വേറെ ഫ്ലൈറ്റ് വേനി. അങ്ങനെ ഫ്ലൈറ്റ് കയറി നിൽക്കുമ്പോൾ താണ്ട കിടക്കുന്ന സൂപ്പർ പാവ. നമ്മൾ രണ്ടാളും കയറിയപ്പോ വേറെ വൈബ്. ഏത് കോയി വൈബ് ഇല്ല. ആരെ കാണാന് ഇഷ്ടപ്പെട്ടോ? കിട്ടിച്ചേരട്ടെ. എന്താടാ അങ്ങനെ പറയല്ലടാ. സൂപ്പർ വാക്ക് ഇഷ്ടപ്പെട്ട പെണ്ണാണ്. നമ്മളെ രണ്ടാളും ഓളെ നോക്കിയപ്പോ ഓള് നമ്മളോട് ചോദിക്കാണ് എന്താ ചേട്ടാ വേണ്ടി. അങ്ങനെ സൂപ്പർ വാവ ഒരു കോഫി, ഞാനൊരു ചായയും കുടിച്ച്. ലാലേട്ട കുറെ കാര്യങ്ങൾ പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ ഭയങ്കര ശരിയാണ്. ഉയരം കൂടുന്തോറും ചായക്ക് സ്വാദ് കൂടും. വാങ്ങിയ ബിരിയാണിന്റെ അൺബോക്സിംഗ് വീഡിയോ എടുത്ത് കുത്തിരുന്നപ്പോഴത്തേക്കും ബിരിയാണിയൊക്കെ കോഴിക്കറിയായി. അങ്ങനെ അവസാനം ക്ലീനർ സ്ഥലത്തി എന്ന് പറഞ്ഞ് നമ്മളെ രണ്ടാളും അതിന് ഇറങ്ങി. അപ്പോഴത്തേക്കും നമ്മളെ ടീംസ് ഒക്കെ നമ്മളെ കൂട്ടാൻ എത്തിക്കിനി. അപ്പൊ ഇനിയാണ് ഗൈസ് കഥ തുടങ്ങുന്നത്. ഫുഡ് മതിയേ, സന്തോഷിക്കാൻ ഫുഡ് മതിയേ.